ഇന്ന് മഗ്രിബിനാണ് ആ യാത്ര അല്ലാഹുവിന്റെ റസൂൽ പോയ ആ റജബ് 27 രാത്രി വരുന്നത്. അപ്പോൾ നമ്മൾ ദിക്ർ ചൊല്ലണം, ഇസ്തിഗ്ഫാർ ചൊല്ലണം, യാസീൻ ഓതണം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന മനോഹരമായ ആ തസ്ബീഹ് ചൊല്ലണം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹുവിനോട് പറഞ്ഞിട്ട് ദുആ ചെയ്യണം. ആ മിഅ്റാജിനെ സ്മരിച്ചുകൊണ്ടുള്ള നോമ്പ് ഇൻഷാ അല്ലാഹ് നാളെയാണ്. അപ്പോൾ ഇന്ന് രാത്രി തന്നെ മിഅ്റാജിന്റെ സുന്നത്ത് നോമ്പ് നാളെ നോക്കാൻ ഞാൻ കരുതിയെന്ന് നിയത്ത് വെച്ചിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് നാളത്തെ മിഅ്റാജ് നോമ്പിന്റെ അത് അനുഷ്ഠാനം നടത്തണം. ഇമാമുന ഗസാലി തങ്ങൾ പറയുന്നത് 5 വർഷത്തെ അഥവാ 60 മാസത്തെ നോമ്പെടുത്തതിന്റെ കൂലിയാണ് ഈ നോമ്പിന് എന്നാണ്. ഒരൊറ്റ ദിവസം രാത്രി കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ യാത്ര നടത്തുന്നത്. അന്ന് മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് 1450 കിലോമീറ്റർ ദൂരമുണ്ട്. അന്നത്തെ കാലത്ത് 40 ദിവസത്തെ വഴിദൂരമുണ്ട് ഒട്ടകത്തിൽ യാത്ര ചെയ്താൽ. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ മിന്നൽ വേഗതയുള്ള ബുറാക്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി. ശേഷം 7 ആകാശവും കഴിഞ്ഞ് ഒരൊറ്റ രാത്രി കൊണ്ട് തിരിച്ചെത്തി. പിറ്റേന്ന് നാട്ടിൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഈ വിവരം പറയുമ്പോൾ ആളുകളൊക്കെ കളിയാക്കി. ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയും വഴിദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് പോയിട്ട് പടച്ചവനെ കണ്ടിട്ട് തിരിച്ചു വന്നു അവരെല്ലാവരും കളിയാക്കി. ഏറ്റവും അടുത്ത കൂട്ടുകാരനായ അബൂബക്കർ തങ്ങളോട് ഈ മനുഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനല്ലേ മുഹമ്മദ്, ഓനിത ഒരു ദിവസം കൊണ്ട് എന്തൊക്കെയോ എവിടേക്കോ പോയി എന്നൊക്കെ പറയാണ്. അവൻ അബദ്ധം പറയാണ്, നീ അവനെ വിശ്വസിക്കാണോ എന്ന് ചോദിച്ചു. അപ്പൊ അബൂബക്കർ തങ്ങൾ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ആത്മമിത്രം പറഞ്ഞു, എന്റെ കൂട്ടുകാരൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെ. സദ്ദഖതു യാ റസൂലല്ലാഹ്, എന്റെ റസൂൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം കൊണ്ട് അത് സാധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇത്രയും ആളുകൾ എന്റെ ഗാലറിയിൽ നിന്ന് എനിക്കെതിരായപ്പോൾ പോലും എന്റെ കൂടെ നിന്ന അബൂബക്കറെ, ഇനി നിങ്ങൾ അബൂബക്കർ അല്ല അബൂബക്കർ സിദ്ദീഖാണ് എന്ന്. ആ ഒരു വിഷയത്തിന് ശേഷമാണ് സിദ്ദീഖ്, സത്യം പറയുന്നവൻ എന്ന ഖ്യാതി ബഹുമാനപ്പെട്ടവർ നേടുന്നത്.